വാർത്തകൾ ഇനി ആലുവ ലൈവ്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26-ന് ആലുവ താലൂക്ക് ജമാഅത്ത് കൗൺസിലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും വ്യാപനം തടയണമെന്നും ലഹരി വസ്തുക്കളുടെ ഉപയോഗം കർശനമായി നിരോധിക്കണമെന്നും സംസ്ഥാന സർക്കാരിനോട് താലൂക്ക് പ്രസിഡന്റ് ഡോക്ടർ അബ്ബാസ് ഹാജി യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആവശ്യപ്പെട്ടു. മുഴുവൻ സമുദായങ്ങളെയും അധപ്പതനത്തിലേക്ക് കണ്ടുവരുന്ന ഒരവസ്ഥയിലേക്ക് ഈ സമുദായം മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിന് തക്കതായ പരിഹാരം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായില്ലെങ്കിൽ സമുദായത്തിന് മനുഷ്യന് മുഴുവൻ ആപത്ത് സംഭവിക്കില്ല. ലഹരി ഉപയോഗിക്കുകയും അത് സമുദായത്തിൽ കുഴപ്പങ്ങളും പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നാം നിത്യേന പത്രങ്ങളിൽ കൂടി വായിക്കുന്നതാണ്. ഈ സമുദായ ദ്രോഹം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകമായ മുൻകരുതലുകളും പ്രവർത്തനങ്ങളും ഉണ്ടാക്കി പരിഹരിക്കാൻ ഈ ദിനം ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താലൂക്ക് ട്രഷറർ PM മൂസാക്കുട്ടി ലഹരി വിരുദ്ധ സന്ദേശം നൽകി. താലൂക്ക് ജനറൽ സെക്രട്ടറി നാസർ മുട്ടത്തിൽ KM പരീതിപിള്ള കാരോത്തുകുഴി, അഡ്വക്കേറ്റ് MM അലിക്കുന്ന്, അഡ്വക്കേറ്റ് VK സിദ്ദീഖ്, അബ്ബാസ് മൂപ്പത്തരം, അസീസ് കോമ്പാറ, PB അലിക്കുന്ന്, CA അഷ്റഫ് മുട്ടം, കുഞ്ഞഹമ്മദ് മുട്ടം, ഷിനാസ് മേക്കാട്, അബ്ദുൾ റഹൂഫ് കുട്ടമശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.